അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിൻ്റെ 3ാമത്തെ പാഠം അദ്ദർസു സാലിസ് ഫസ്തഇദ് ബില്ലാഹ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഉപ്പ മസ്ജിദിൽ നിന്ന് വരുമ്പോൾ സുഹൈല മോള് മുസല്ലയിലിരുന്ന് ഖുർആൻ ഓതുകയായിരുന്നു. ഉപ്പക്ക് സന്തോഷമായി. അല്പനേരം ഖിറാഅത്ത് ശ്രദ്ധിച്ച ശേഷം ഉപ്പ പറഞ്ഞു, ഖിറാഅത്തിൻ്റെ ചില അദബുകൾ മോള് ശ്രദ്ധിച്ചില്ല അല്ലേ? ഖിബിലക്ക് അഭിമുഖമായി ഇരുന്ന് നല്ല വസ്ത്രം ധരിച്ച് ബഹുമാനത്തോടെ മുസ്ഹഫ് പിടിച്ച് എല്ലാ അദബുകളും പാലിച്ചാണല്ലോ ഞാൻ ഖുർആൻ ഓതുന്നത്. സുഹൈല ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. ഉപ്പ, മോളെ, ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യണം. ഹദറിനേക്കാളും തദ്വീറിനേക്കാളും പുണ്യം ലഭിക്കുക തർത്തീലായി പാരായണം ചെയ്യുമ്പോഴാണ്. സുഹൈല: അതേ ഉപ്പ, കഴിഞ്ഞ ദിവസം ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, ഞാനത് മറന്നുപോയി. ഉപ്പ: മോളെ, വേറെയും ധാരാളം അദബുകൾ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. അല്ലാഹു തആലയുടെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്തോതുമ്പോൾ കാരുണ്യം ചോദിക്കുകയും അദാബിനെക്കുറിച്ച് പറയുമ്പോൾ കാവൽ തേടുകയും വേണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല പോലെയുള്ള തസ്ബീഹിൻ്റെ ആയത്തോതുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം. സൂറത്തുത്തീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബല വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്നും സൂറത്തുൽ ഗാശിയയിൽ സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് ഓതിയാൽ അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബന എന്നും സൂറത്തുൽ മുൽക്കിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നും ചൊല്ലൽ സുന്നത്തുണ്ട്. മോളെ, ഇനിയും ധാരാളം അദബുകൾ പാലിക്കാനുണ്ട്. ഉപ്പ എന്നോട് ഒന്നുകൂടി പറഞ്ഞു തരാം. ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഈ സുജൂദിൻ്റെ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും മോൾക്ക് അറിയാമല്ലോ? അറിയാം. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നല്ലേ തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ടത്? ഉപ്പ: അതേ മോളെ, ഒരാൾക്ക് ഈ ദിക്ർ മനപ്പാടമില്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലിയാലും മതി. അദബുകൾ പാലിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ, ആമീൻ. ഇനി അവിടെ കാണാൻ അതിൻ്റെ താഴെ നഖറഉ വ നഫ്ഹം വായിച്ച് മനസ്സിലാക്കുക. തർത്തീൽ സാവധാനം പാരായണം ചെയ്യുക. തദ്വീർ മധ്യനിലയിൽ പാരായണം ചെയ്യുക. ഹദർ വേഗതയിൽ പാരായണം ചെയ്യുക. ഇനി അതിൻ്റെ ദഫ്തർ നമുക്ക് നോക്കാം. അദ്ദർസു സാലിസ് ഫസ്തഇദ് ബില്ലാ. നഖ്താറുൽ മുനാസിബ് യോജിച്ചത് ചേർത്തെഴുതുക, തിരഞ്ഞെടുക്കുക. 1. ഖുർആൻ വേഗതയിൽ പാരായണം ചെയ്യൽ, ഹദർ. 2. ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്തുകൾ 10, 14, 16, 14. 3. റഹ്മത്തിനെ പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ കാവൽ ചോദിക്കണം, കാരുണ്യം ചോദിക്കണം, സുബ്ഹാനല്ലാഹി ചൊല്ലണം, കാരുണ്യം ചോദിക്കണം. ഇനി 2. നുജീബ് ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഖുർആൻ പാരായണത്തിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന രീതി ഏത്? ഉത്തരം തർത്തീൽ. 2. മധ്യനിലയുള്ള ഖുർആൻ പാരായണത്തിൻ്റെ പറയുന്ന പേരെന്ത്? ഉത്തരം തദ്വീർ. 3. ഏത് സൂറത്ത് പാരായണം ചെയ്താലാണ് ബല വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്ന് പറയേണ്ടത്? ഉത്തരം സൂറത്തുത്തീൻ. ഇനി അടുത്ത പേജിൽ കാണാം നുജീബ് 3. ഉത്തരം എഴുതുക. ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ 3 എഴുതുക. ഉത്തരം: ഖിബിലക്ക് അഭിമുഖമായി ഇരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, ബഹുമാനത്തോടെ മുസ്ഹഫ് പിടിക്കുക. 2. സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്താൽ എന്ത് ചൊല്ലണം? ഉത്തരം: അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബന. 3. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ എന്തു ചൊല്ലണം? ഉത്തരം: അല്ലാഹു റബ്ബുൽ ആലമീൻ. 4. സജദ തിലാവയിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം: സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇനി 5. ഏത് ആയത്ത് ഓതുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലേണ്ടത്? ഉത്തരം: സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല. ഇനി അടുത്തത് 6. ഖുർആനിൽ അദാബിനെക്കുറിച്ച് പറയുന്ന ആയത്ത് ഓതുമ്പോൾ എന്തു ചെയ്യണം? ഉത്തരം: കാവൽ തേടണം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.